കടൽ തീരത്ത് സ്വന്തം കൊച്ചുമകൻ്റെ ജഡം കാത്തിരിക്കുന്ന മൂന്നാം പക്കത്തിലെ തമ്പി. സാറേ, എനിക്കിനി ഇവനെ വേണ്ട, ഇവനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയുന്ന കിരീടത്തിലെ അച്യുതൻ. ഇപ്പോഴാടാ നീ ഒരു നായകനായതെന്ന് സ്വന്തം മകനോട് പറയുന്ന വീണ്ടും ചില വീട്ടുകാര്യത്തിലെ കൊച്ചുതോമ. ആടുതോമയുടെ അപ്പൻ ചാക്കോ മാഷ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ അച്ഛൻ കഥാപാത്രങ്ങൾ. ഇന്ന് പാലപ്പുറത്ത് കേശവൻ സുരേന്ദ്രനാഥ് തിലകൻ എന്ന തിലകൻ്റെ പിറന്നാൾ. 1935 ജൂലൈ 15 പത്തനംതിട്ടയിലെ ഐരൂരിലാണ് തിലകൻ ജനിച്ചത്. കോട്ടയം MD സെമിനാരി സ്കൂൾ, കൊല്ലം ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം. അതിനുശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ സൈനികനായി തിലകൻ സേവനമനുഷ്ഠിച്ചു. പിന്നീട് അഭിനയത്തിനു വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെച്ച തിലകൻ മുണ്ടക്കയം നാടക സമിതി എന്ന പേരിൽ മുണ്ടക്കയത്ത് ഒരു നാടക സംഘം രൂപീകരിച്ചു. 1973 PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന സിനിമയിലൂടെയായിരുന്നു തൻ്റെ 38ാമത്തെ വയസ്സിൽ തിലകൻ്റെ സിനിമാ പ്രവേശനം. എന്നാൽ ആദ്യത്തെ 7 വർഷം ചുരുക്കം സിനിമകൾ ചെയ്യാനേ തിലകന് സാധിച്ചുള്ളൂ. പിന്നീട് KG ജോർജിൻ്റെ കോലങ്ങളും യവനികയും തിലകൻ എന്ന നടൻ്റെ കരിയർ ഗ്രാഫ് ഉയർത്തി. യവനികയിലെ പെർഫോമൻസിന് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകന് ലഭിച്ചു. 80കളും 90കളുമെല്ലാം മലയാള സിനിമ തിലകൻ കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിലപ്പോഴൊക്കെ കരയിച്ചും ആ കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ കൊണ്ട് നല്ല നടനെന്ന് വിളിപ്പിച്ചു. കിരീടം, മൂന്നാം പക്കം, പെരുന്തച്ചൻ, മണിച്ചിത്രത്താഴ്, സ്ഫടികം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇരകൾ, ലിസ്റ്റിനിയും നീളും. മലയാള സിനിമയിൽ വ്യത്യസ്തമായ അച്ഛൻ വേഷങ്ങളിലൂടെ തിലകൻ തിളങ്ങി. ഒന്നിലെ പ്രകടനത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത മറ്റൊരു വേഷപ്പകർച്ച. മൂക്കില്ല രാജ്യത്ത്, നാടോടിക്കാറ്റ്, കിലുക്കം എന്നീ സിനിമകളിലൊക്കെ അത്ര പരിചിതമല്ലാത്ത മറ്റൊരു തിലകനെ കാണാം. ദ്രോണയിലെ മണിയങ്കോട്ട് ഗുപ്തൻ നമ്പൂതിരിയാകാനും, പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലെ കാലനാകാനും, കണ്ണെഴുതി പൊട്ടുംതൊട്ടിലെ നടേശൻ മുതലാളിയാകാനും ഒരുപോലെ കഴിയുന്ന നടൻ. നായകനിലെ വിൻസെന്റ് കാർണവർ, ഉസ്താദ് ഹോട്ടലിലെ കരീംക, ഇന്ത്യൻ റുപ്പിയിലെ അച്യുതൻ നായർ. മറ്റൊരു നടന് പകരമാവാൻ കഴിയാത്ത പെർഫോമൻസുകൾ. 4 പതിറ്റാണ്ട് നീളുന്ന കരിയറിൽ 200ഓളം സിനിമകളിലാണ് തിലകൻ അഭിനയിച്ചത്, അല്ല ജീവിച്ചത്. തുറന്ന നിലപാടുകൾ പങ്കുവച്ചതിന്, സിനിമയിലെ മാഫിയക്കെതിരെ സംസാരിച്ചതിന് 2010 തിലകൻ അനൗദ്യോഗികമായി സിനിമയിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ടു. ആ ബാൻ നേരിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ കുറെ കൂടെ ചിത്രങ്ങൾ ഉണ്ടാകുമായിരുന്നു. 4 നാഷണൽ അവാർഡുകൾ, 9 സ്റ്റേറ്റ് അവാർഡുകൾ. തിലകൻ എന്ന നടനും നാടകക്കാരനും മലയാള സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവന ചെറുതല്ല. തിലകൻ എന്ന മഹാനടൻ്റെ ഓർമ്മകൾ ഇവിടെ അനശ്വരമായി തുടരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിലകൻ കഥാപാത്രം ഏതാണ്? കമൻറ്റ് ചെയ്യൂ.